വെറൈറ്റീസ്, കുറെ സ്നാക്സ് ഉണ്ട്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പേരില്ലാത്തൊരു സ്നാക്ക്. ആയിരക്കണക്കിന് സ്നാക്കുകൾ ഉണ്ട് അല്ലെ? ഞങ്ങളുടെ ഇന്നത്തെ ഒരു എഗ്ഗും കുറച്ച് മസാലയൊക്കെ കൂട്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണും. ഇതൊരു കോഴിമുട്ട പുഴുങ്ങിയതാണ്. അതിന് ഞാൻ മുറിക്കാനുള്ള ഒരു സാധനമാണ്. അപ്പൊ കൃത്യമായിട്ടുള്ളൊരു സൈസിൽ മുറിഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ കത്തിയിട്ട് മുറിച്ചാലും മതി. ഇതേപോലെ ഒന്ന് നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് അതങ്ങോട്ട് പുറത്തെടുത്തിട്ട് അതിന്റെ ഓരോ പീസുകൾ അങ്ങനെ മാറ്റി വെക്കുക. ഇതില്ലെങ്കിൽ നമ്മുടെ സാധാരണ കത്തി കൊണ്ട് മുറിച്ചാലും മതി. അപ്പൊ ഇത് നമുക്ക് ഓരോന്നിനും വെക്കാനുള്ള ഒരു വലുപ്പമുള്ളതാണ്. ഒരു കപ്പ് മൈദപ്പൊടിയിൽ ഉപ്പിട്ടിട്ട് ഞാൻ നമ്മുടെ ചപ്പാത്തിക്കുള്ള ആ ഒരു കുഴ രൂപത്തിൽ ആവശ്യത്തിന് വെള്ളവും പാർന്നിട്ട്, വെള്ളം അധികമായി പോകരുത്, സ്വല്പം ഒഴിച്ചിട്ട് അത് നല്ലോണം അങ്ങോട്ട് കുഴച്ചിട്ട് ഒരു 1.5 മണിക്കൂർ അവിടെ അടച്ചു വെക്കുക. ആ സമയത്ത് നമുക്ക് ഇതിന്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പൊ റെഡി ആയിട്ടുണ്ട്, അടച്ചു വെക്കുകയാണ്. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയ ഒരു മസാല ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം ഞാൻ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പൊ ആ ഒരു മസാലയിലേക്ക് കുറച്ച് ഒരു കിഴങ്ങ് പുഴുങ്ങിയതും ഒരു കൈപ്പിടുത്ത മല്ലിയിലയും കൂടി കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇപ്പൊ നമ്മൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഇതിനെ ഇനി പരത്താൻ പോവാണ്. ഒരു 2 പീസായിട്ട് നമുക്ക് വേണം. അതേപോലെ 2 പീസാക്കിയിട്ട് ഞാൻ പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അളവിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഇനി അതിന്റെ സെന്ററിലാണ് നമ്മുടെ മസാലകൾ. ഓവർ മസാല ആയി പോകരുത്. അപ്പൊ ഞാൻ ആദ്യം ഒരു എഗ് പീസ് ഇവിടെ സെന്ററിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതിന്റെ ബാക്കിയുള്ള ഭാഗം കൊണ്ട് സൈഡ് മുറിഞ്ഞു പോകും. ആ വേണ്ട പിന്നെ നമുക്ക് വേറെ ഒന്നുകൂടി പിന്നെ ലാസ്റ്റ് പരത്തി റെഡിയാക്കാം. ഇപ്പൊ ഇതിനുള്ളിൽ ഇങ്ങനെ മസാല വെക്കുക. സെന്ററിലാക്കി നിൽക്കണം, പുറത്തേക്ക് അധികം നിൽക്കരുത്. ഇതുപോലെ മസാല ആക്കി വെക്കുക. ഓവർ മസാല ആവും ചെയ്യരുത്. ഇതുപോലെ ആക്കിയിട്ട് വെക്കുക. ഇനി മറ്റേ ഷീറ്റ് ഉണ്ട്, വേറൊന്ന് 2 ഉണ്ടല്ലോ. അതിലത്തെ ഒരു ഷീറ്റ് ഇതിന്റെ മുകളിലൂടെ നല്ല ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വലിച്ചു വെച്ചിട്ട് ഏറ്റവും ഇതുപോലെ ആക്കി വെക്കുക. എന്നിട്ടൊന്നിങ്ങനെ കംപ്ലീറ്റ് എല്ലാ ഭാഗവും അങ്ങോട്ട് ഒന്ന് നീക്കിയിട്ട് കൈകൊണ്ടൊന്ന് ആ സെന്റർ ഭാഗം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വല്ലാണ്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പോലെ തോന്നും. ഇനി ജസ്റ്റ് ആ സെന്ററിൽ നല്ലോണം പ്രസ് ചെയ്യുക. സെറ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി. അതേപോലെ ഈ ഭാഗം തിരിക്കുക. അതേപോലെ ഇതും ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ പ്രസ് ചെയ്യുക. പിന്നെ ഇതിന്റെ ഈ വരുന്ന ബാക്കി വേസ്റ്റ് വീണ്ടും പരത്തിയിട്ട് നമുക്കൊന്ന് മസാല ബാക്കിയുള്ള അതിലേക്ക് വെക്കാം. ഇതൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതിന്റെ സൈഡിൽ കൂടി വേണമെങ്കിൽ ഇന്ന് കൊടുത്ത ഒരു ചെറിയ ഡെക്കറേഷൻ ആയി കിട്ടുകയും ചെയ്യും, ഒന്ന് പ്രസ് ആവുകയും ചെയ്യും. പക്ഷെ ഇതന്നെ ഇത് ധാരാളമാണ്. അപ്പൊ ഞാനൊന്ന് ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതേപോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. നല്ല ചൂടുള്ള എണ്ണ, എന്നിട്ടൊന്ന് ചൂട് കുറച്ചിട്ട് ഇതാണ് സംഭവം. അപ്പൊ ഞാൻ എണ്ണയിലേക്ക് ഇടാണ്. ജസ്റ്റ് ഒന്ന് പുറംഭാഗം മാത്രം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ വീണ്ടും ഒന്ന് മറിച്ചിടുക. പെട്ടെന്ന് തന്നെ സംഭവം എന്തോ അധികം കട്ടിയില്ലാത്ത പിന്നെ ഇതാണ് പുറംഭാഗമാണ്. അപ്പൊ ഇതൊന്ന് മറിച്ചിടുക. ഓവർ ചൂടായി പോകരുത്. ഇത് പുറത്തേക്ക് എടുക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മസാല ഉണ്ടാക്കുക. ഇതിന്റെ മസാലയുടെ ലിങ്ക് ഞാൻ ഇതിൽ വിടുന്നുണ്ട്. ഇതിന്റെ ബാക്കിയുള്ളതാണ് റെക്ടാങ്കിൾ പീസിൽ ഞാൻ ഇങ്ങനെ പരത്തി വെച്ചിട്ടുള്ളത്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.